ഹാപ്പി ക്രിസ്മസ് എങ്ങനെ പറയാ? ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഇതാ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞുണ്ണിക്ക് പറയാൻ കിട്ടില്ല. ഹാപ്പി ക്രിസ്മസ് പറ പൊന്നാ ഏട്ടാ. എന്തെങ്ങനെ പറയാ? ഇതെന്താ? ഉണരിയല്ല, വിളിക്കേ ഞെട്ടി എണീക്കല്ലെങ്കിൽ ചിലപ്പോ. ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് കേക്ക് മാത്രല്ല കേട്ടോ, അവര് ക്രിസ്മസിന്റെ സ്പെഷ്യൽ കഴിച്ചു കേട്ടോ. അവര് ക്ഷണിക്കാൻ പോയോടത്തുനിന്ന് എന്താ അവർക്ക് അപ്പവും മീൻകറിയും ഒക്കെ കൊടുത്തിട്ട് അവര് വയറ് ഫുള്ളായിട്ടാ വതങ്ങണത്. ലേഖിച്ചു കേക്കും കിട്ടിക്കണു. ആഹാ, ഇത്ര നേരത്തെ ഒരു വീട്ടിക്ക് ഓടാൻ പറ്റും നമുക്ക്? ക്ഷണിക്കാനല്ലേ? അത് ശരി. ഇപ്പൊ എന്തായി? രണ്ട് കാര്യമില്ലേ ഇപ്പോ? ക്ഷണം നടന്നു, വയറ് നിറഞ്ഞു. അതാണ് എന്താ കാട്ടിനെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ ഇങ്ങനെ എങ്ങനെ പരിപാടി? എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഞങ്ങൾ കള്ളപ്പുണ്ടാക്കാൻ ഞങ്ങൾക്ക് കള്ള് കിട്ടിയില്ല കേട്ടോ. ഒന്നാളും മാനോട്ടം കള്ള് വന്നു. ഇപ്പോൾ ഞാൻ ചോദിക്കാൻ മറന്നുപോയി. എന്താ ഇന്ന് കേക്ക് കൊണ്ടുവന്ന്, ഇന്നലെ കേക്ക് ഞങ്ങൾ രാത്രി വാങ്ങിയിട്ട് കോങ്ങാട് പോയപ്പോൾ ഞങ്ങൾ വാങ്ങിട്ട് വന്നു. ഇന്ന് അനിയൻ ഇവിടേക്ക് പോയപ്പോൾ, എവിടേക്കെന്നറിയോ, സൊസൈറ്റി പോയപ്പോൾ അനിയൻ പിന്നെയും വാങ്ങിട്ട് വന്ന്. അത് കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങളില്ലേ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിസ്മസ് ആവും അപ്പൊ മാത്രം ഉണ്ടാവില്ല. വൈനായി, കേക്കായി, ബീഫായി, അടിപൊളി ദോശ ഉണ്ടാക്കണ്ടമ്മേ. എല്ലാം തകഞ്ഞു. എല്ലാം കൊണ്ടും ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് തിരക്കുമായി ഇല്ലേട്ടാ. അതാ ചട്നിയാണ് കേട്ടോ. ദോശ ഉണ്ടാക്കി ഞാനൊരു ജത്തില്. പിന്നെ എന്താ കുറച്ച് വൃത്തിയാക്കാനുണ്ട്, അത് നമുക്ക് വൃത്തിയാക്കി. തോഴ ചട്നി വേണ്ടല്ലമ്മ. ഞാനിത് ഓഫാക്കിട്ടോ. ഈ ചട്നിയില്ലേ ശരിക്കും അരച്ചിട്ട് ഇതിക്കിങ്ങനെ ഇതാക്കേ വേണ്ടുള്ളൂ. എന്താ ചെയ്യാല്ലേ, ഏട്ടൻ കഴിച്ചു. കള്ളപ്പ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ കള്ളപ്പ ഉണ്ടാക്കിയിട്ടോ. പക്ഷെ നമുക്ക് കള്ള് കിട്ടിയില്ല. കള്ള് കിട്ടുക മാത്രമല്ല നമുക്ക് തിരക്കായിരുന്നു. ഇന്നലെ നമ്മള് കള്ളപ്പം ബീഫും കൂടി കഴിച്ചാൽ സെറ്റ് ആവും. ഇന്നലെ നമ്മള് അതാണ് ക്രിസ്മസിന് വേണ്ടത്. താറാവൊക്കെ ശരിക്കും പണ്ട് വേണ്ടോ അറിയാം. താറാവിന് എത്ര കാലം കിട്ടിയില്ല. അയ്യോ കോഴിക്ക് വില കൂടിയിരിക്കുന്നു കേട്ടോ. എന്താല്ലേ സാധാരണക്കാരെ എങ്ങനെ ഇങ്ങനെ ജീവിക്കേണ്ട വിചാരിച്ചിട്ടോ. വില കൂടിയത് വേറെ ബീഫിനാണ് പറഞ്ഞാൽ. ഇറച്ചിക്കടയിലെ തിരക്ക് പിന്നെ പരിചയമുള്ള ഒരാളുണ്ടാവുകൊണ്ട് തന്നോലെ വേഗം കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ ഉച്ചവരെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഇന്നലെ ഞങ്ങള് ഇവിടേക്ക് പോയിട്ടോ, കോങ്ങാട് പോയി. ഞങ്ങളുടെ ഡ്രസ്സിനുള്ള ലെഗിൻസ് ഒക്കെ വാങ്ങാന് ലെഗിൻസ് വാങ്ങി. പിന്നെ എന്താ ഒരു രസം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാലേട്ടാ. പിന്നെ ഒരു രസം വാങ്ങിയില്ലേ? പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എനിക്ക് പണി കിട്ടിയ കൂട്ടുകാരി പറഞ്ഞ പോലെ നമ്മൾ വല്ലാണ്ട് എന്തെങ്കിലും കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയട്ടാ. ഞാനിപ്പോൾ എന്താ അത് പറയുക? അത് നീയല്ലേ പറയണ്ട്. അങ്ങനെ ഞാനിപ്പോൾ എന്താ 3-4 മാസമായിട്ട് നമുക്കിങ്ങനെ പീരിയഡ്സ് ആവാൻ ഇന്ന് കള്ളപ്പല്ല ഏട്ടാ. അതല്ല രസേ. ഇന്നലെ ആലോചിക്കണം. ഇന്നലെ അതിന് കള്ള് കിട്ടിയില്ലല്ലോ അമ്മൂട്ടി. കള്ള് ഇനി അച്ഛൻ കള്ള് വാങ്ങാൻ അതിനൊരു ഓട്ടോ. നമ്മുടെ വീടിന്റെ എന്താ വീഡിയോ കാണിക്കാത്ത? നമ്മുടെ വീടിന്റെ കുറച്ചും കൂടി പണികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ വീഡിയോ കാണിക്കും. 1-2 ദിവസമുള്ള സെറ്റാണ് ഇപ്പൊ ടൈലിന്റെ 2 ദിവസം കയറി വന്ന എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അതാണ്. അത് മാത്രല്ല കേട്ടോ, ടൈല് ഉരുട്ടാനുണ്ട് ഒരു ഭാഗത്ത്. പിന്നെ ഒരു ഭാഗത്ത് കുറച്ച് ഗ്ലാസിൻ്റെ സംഭവങ്ങൾ വെക്കാണ്ട്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലേ ആദ്യമൊക്കെ എല്ലാ പ്രാവശ്യവും ചെറിയ പണികളൊക്കെ ചെയ്യുമ്പോൾ ഇന്ന പണി ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു. അപ്പം തന്നെ കൂട്ടുകാർ പറഞ്ഞതാണ് എന്തെന്നറിയോ, ചേച്ചി ഇനി വീടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് കാണിച്ചു തന്നാൽ മതി. അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ശരി, പറയുന്ന ന്യായമായ കാര്യമാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ നമ്മൾ വീട് കാണിക്കില്ല എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ വീട്. നിങ്ങൾ കാരണമല്ലേ ചേട്ടാ. നിങ്ങളും അതിലൊക്കെ ആ വീടിന് ഓരോരുത്തരും ഓരോ പങ്കാളികളാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് നിങ്ങളോട് ഒളിച്ചിട്ടും നമ്മളൊന്നും ചെയ്യില്ല. അതിൽ നമുക്ക് എന്താ
മരപ്പണി ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇന്റീരിയർ എല്ലാ പണി ചെയ്തിട്ടുണ്ട്. എല്ലാ പണിയും ഒരു പണിയൊന്നുമല്ല, ഇന്ന എല്ലാ പണിയൊന്നല്ല. പണിയും ഇനി വീടിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രില്ല് ഇടലും എന്താ കിണറിൻ്റെ ഗ്രില്ല് ഇടലും പിന്നെ ടൈലിൻ്റെ കുറച്ചും ഏട്ടൻ്റെ കുറച്ചൊരു വർക്കുകളും മാത്രമേ നടക്കണുള്ളൂ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നാളെ പണിക്കാരുണ്ട് കേട്ടോ. നാളെ വെള്ളിയാഴ്ചയല്ലേ. ഇനി ഞാൻ എന്നിട്ട് പറഞ്ഞേ നിങ്ങളിത് ലാസ്റ്റ് വരെ നിങ്ങളിത് പണിയെടുക്കുമോ, ഞായറാഴ്ച വരെ നിങ്ങൾ ശനിയാഴ്ച രാത്രി വരെ പണിയെടുക്കുമോ ചോദിച്ചപ്പോൾ പറഞ്ഞു പണി കഴിയണ്ടേ ചേച്ചി പറഞ്ഞു. നമുക്ക് അവരൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേട്ടാ, അവർക്കിപ്പോൾ തിരക്കാണ്. നമ്മുടെ പണി പറഞ്ഞാൽ ഏകദേശം എല്ലാ പണിയും തീർന്നു തന്നെയാണ്. ഇനിയിപ്പോൾ ഫിനിഷിങ് ടച്ചപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ആയതാണ്. അപ്പോൾ അതിൽ നമ്മുടെ പണി അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് കാണിച്ചു തരാനുള്ളത്. ആർക്കെങ്കിലും പണിയാൻ ആഗ്രഹമുള്ളവരോ അതുപോലെ ഒക്കെ ഉള്ളവർക്ക് കാണണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം, ചെയ്യാൻ പറ്റുന്ന ദൂരത്താണെങ്കിൽ വന്ന് ചെയ്യാം. എന്താ എല്ലാവരും ഒരു പറയുന്ന ഒരു ഇതാണ്. കാരണം അനിയേട്ടൻ്റെ പണി എന്താണ്, അനിയേട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അനിയേട്ടന് പണി കൊടുക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പണി കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ ഭാഗത്തൊക്കെയാണ് പറഞ്ഞാൽ ചേട്ടൻ എന്തായാലും ചെയ്തു തരും. എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് വെച്ചാൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കണ്ട ബുദ്ധിമുട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നല്ല രീതിക്ക് ചെയ്ത് വെച്ചാൽ നമ്മളതൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല, അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. പക്ഷെ എന്നാലും നമ്മളത് ഒരു ഡെമോ ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യണം. സൈറ്റിൽ പോയിട്ട് ഇതേപോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇന്ന പണി ഇവർ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് ആ പണി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കാര്യമാണ്, നിങ്ങൾക്കും കാര്യമാണ്. ഇന്ന വ്യക്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമല്ലോ അല്ലേ. അപ്പോൾ വൃത്തിയായിട്ട് ചെയ്തു തരും, തന്നെ സത്യസന്ധതയോടെ വൃത്തിയായിട്ടും ചെയ്തു തരും. അനിൽ സൃഷ്ടി അല്ലേ. എന്തിനമ്മ അത് ചുക്കളത്തിനാ? കൂർക്കട്ട് വെക്കണോ? ഓ വേണ്ടേ? വേണ്ട, ബീഫ് മാത്രം മതി. അമ്മോ ഫോൺ അവിടെ വെച്ചിട്ട് പോ. കുളിക്കാൻ നോക്ക്, രാവിലത്തെ കാര്യങ്ങൾ നോക്കാൻ നോക്ക്. ഈ ഷർട്ട് കണ്ടോ? ഈ ഷർട്ട് നമ്മുടെ കിച്ചൂനില്ലേ, ക്രിസ്മസ് ഫ്രണ്ട് ഇല്ലേ, ക്രിസ്മസ് ഫ്രണ്ടിന് കിട്ടിയിട്ട് അവർ കൊടുത്തതാണ് കേട്ടോ. നോക്കിയൊക്കെ നല്ല ഷർട്ട്, ഗിഫ്റ്റാണ് കേട്ടോ അത്. നോക്കത് ഇവിടെ തിരുമ്പാൻ വേണ്ടിയിട്ട് ഇട്ടൊക്കെയാണേ. നല്ല കളറിലമ്മ, നല്ല കളറ്. അതേപോലെ തന്നെ അവന് നല്ല ഇഷ്ടമായിക്കണം. അവന് പാകത്തിന് എപ്പോൾ പോകുമ്പോഴും അവന് ഇത് കിട്ടാറില്ല. അതാണ്ടാ കമ്പനി എന്താണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. ക്രിസ്മസ് ഫ്രണ്ടിന്റെ പൗച്ച്. കഞ്ഞിവെള്ളം എന്റെ കുട്ടി എന്താ കൊണ്ടുകൊടുത്ത്? ഇന്ന് പോയി ചാണകം എടുത്തിട്ട് വരണല്ലേ. എന്താ ഓർമ്മല്ലേ? ചമ്മന്തി അരക്കണോ? പാത്രോ കോച്ചന്നെ നീയും കൊടുത്ത് ചട്നി. ശരി, നമുക്ക് ചമ്മന്തി വേണോ? ആ സൂന്യ ചമ്മന്തി ഇല്ലാണ്ട് പറ്റില്ല. എന്നാ മുട്ടി ഇതവിടെ കൊണ്ടേക്ക്. ബീഫ് അച്ചാറുണ്ട് സൂന്യ. ഇന്നലെ ബീഫ് അച്ചാർ വാങ്ങിയതിന്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. ബീഫ് അച്ചാറെന്ന് പേര്, അതില് കഷ്ണമില്ല ഒന്നുമില്ല. 4 കഷ്ണം മുമ്പിൽ കിട്ടി. അച്ചാറല്ലേ, അത്ര കഷ്ണം ഉണ്ടാവൂ. അച്ചാറില് മസാല, അച്ചാറിൽ കഷ്ണം കുറവായിരിക്കും സൂന്യ. ബീഫല്ലേ, നാരങ്ങ അച്ചാറാണെങ്കിൽ നല്ല കഷ്ണം ഉണ്ടാവും. പിന്നെ മുളകും മല്ലിയും പൊടിപ്പിക്കാൻ പോണം, അത് മറക്കണ്ട. അതൊന്നും കൂടി വെയിലത്തിട്ട് ചൂടാക്കട്ടെ. പിന്നെ നാളെ മുതൽ ആരെങ്കിലൊക്കെ ഉണ്ടാവട്ടെ. നാളെ അമ്മയും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റന്നാ പിന്നെ പെങ്ങള് വരും. എന്താ എന്താ ഇന്നാണ് കേട്ടോ. 16 പീസാക്കിയത് വിട്ടാലും ചെയ്യാനുള്ള പണികളെ പറഞ്ഞായിരുന്നു എല്ലാവരും. സത്യേട്ടാ നമ്മുടെ ഈ ഒരു എന്താ ഞാൻ പോണോന്നാ, ഞാൻ പോണോ ചോദിക്ക. കീരി പോവാ. കോഴിക്കുട്ടികള് ആകെ 4 കുട്ടികൾ. പാടാ കീരി പിടിക്കും. വാ, നമ്മുടെ തൊടിയുടെ കീരി പോയത് ഇപ്പോഴേ. വാടാ വായോ. കൊക്കറക്കോ പറഞ്ഞ് ഇരുന്നാ മതി. അമ്മു 2 തക്കാളി എടുക്കാന്ന്. ഒത്തി ആട്ടി വിടറാ, ഇങ്ങനെ നിന്ന് തൊള്ളയിടാണ്ടേ.
ഇത്ര ആയില്ലേ പോ എൻ്റെ അത്ര ഒന്നും ഇല്ലല്ലോ ഗീരി നാണല്ലല്ലോ എനക്ക് എന്തമ്മ നാണുണ്ടോ ചോദിച്ചു കഴിഞ്ഞാ അവൻ നോക്കി നോക്കിയേക്ക് നിങ്ങളെ എന്നോ ആ ഓ അച്ചു ഭയങ്കര പണിയിലാണല്ലോ അച്ചുട്ടിയേ ആ ആ ഒരാളല്ല പോലെ ആ ഇതാണ് അടിച്ചു വാരി പറഞ്ഞത് നല്ല അടിച്ചു വാരലാണ് ഇത് മേമോടെ തുടയ്ക്കാൻ കുടിക്ക തുടക്ക മേമുണ്ട് ഒറ്റയ്ക്കാ തുടക്കണ ഒരു കോലുണ്ട് അച്ചോ വേഗം കാര്യങ്ങൾ നോക്ക് സുകന്യെ ബീഫും കൂർക്കിയും വെച്ചാലോ എന്താ അച്ചു വേണ്ട അച്ചു വെക്കണ്ട വേണ്ട ബീഫ് വേണ്ട കൂർക്ക മാത്രം മതിയോ പിന്നെ കൂർക്ക വേണ്ടേ ആ കൂർക്ക വേണം അല്ലാണ്ട് എന്താണ് ഞാനില്ലേ ഏട്ടാ എന്താ ആദ്യം വിചാരിച്ച് ചിക്കൻ വാങ്ങിയാൽ മതി എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എന്താ വെച്ചാൽ നാളെ ഇപ്പോൾ അവർ വരില്ലേ മറ്റന്നാൾ അപ്പോൾ ചിക്കനാണ് പറഞ്ഞാൽ ഞങ്ങളുടെ പാലക്കാട് സ്റ്റൈൽ ചിക്കനും കുമ്പളങ്ങിയൊക്കെ പാടെ വെക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും വരുമ്പോഴേ മറ്റന്നാൾ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ നമ്മുടെ വീട്ടിൽ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെങ്ങൾ ഉണ്ടാവും പിന്നെ കാനത്തിൽ നിന്ന് അവർ വരുന്നുണ്ടാവും മേമന്മാരൊക്കെ ഉണ്ടാവും എല്ലാവരുടെയും സന്തോഷമല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ എന്തോ ഒരു സന്തോഷമാണ് കേട്ടോ മേമ ഒരു നാരങ്ങ കൊണ്ടു നിന്നിട്ടുണ്ട് വടുവപ്പുളി അത് അച്ചാറിട്ടിട്ടില്ല അതിനി അച്ചാറിടണം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ എടുപ്പ് വേദന എന്നുള്ളത് അതങ്ങനെ പൂർണ്ണമായില്ലേ ഈ സുകന്യല്ലേ നടക്കുമ്പോ സുകന്യല്ലേ മരുന്ന് കഴിച്ചായിരുന്നു നല്ലൊരു കാര്യം നടക്കണ്ടെന്ന് അറിയാണ്ട് ഈ മരുന്ന് കൃത്യമായിട്ട് സത്യം പറയട്ടെ എനിക്ക് ഈ PCOD ഉള്ളതും കൊണ്ട് എനിക്കിങ്ങനെ ഈ മരുന്ന് തന്നിരുന്നു മെൻസസ് ഉണ്ടായിരുന്നില്ല അപ്പം അതിന് മരുന്ന് തന്നപ്പോൾ എൻ്റെ അടുത്ത് അത് കഴിക്കാൻ പറഞ്ഞാണ് കൃത്യം 9 മണിക്കിട്ടാ ഞാൻ 4-5 ദിവസമായിട്ട് ഭയങ്കര തിരക്കായിട്ട് മരുന്ന് കഴിച്ചില്ല മരുന്ന് കഴിക്കാണ്ടോ ഇപ്പം എനിക്ക് പറ്റാതെ ഇനി നമുക്ക് നോക്കിയൊക്കെ ആ ഫംഗ്ഷൻ്റെ സമയമായപ്പോൾ ഇന്നൊന്നും തീരെ വയ്യ കേട്ടോ കയ്യും കാലൊക്കെ കൊഴിഞ്ഞിട്ട് വയ്യ അപ്പോൾ എന്താ കുറേ വൃത്തിയാക്കാനും അവിടെ വേറെ ഇവരൊക്കെ ഉണ്ട് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് സുകന്യനെ ഇനി സുകന്യ ഇത് കഴിഞ്ഞിട്ട് വേണം എന്താ സുകന്യനെ കൊണ്ട് ഒരു കാര്യം ചെയ്യുക ചാണകം എടുക്കാൻ പോകണം രണ്ടാൾക്കും പാടെ 2 ബക്കറ്റിൽ പോകട്ടോ മുളക് പൊടി ഇത് വാട്ടിയിട്ട് ഉണ്ടാക്കുക ഞാൻ വാട്ടണില്ല കേട്ടോ വാട്ടാണ്ട് ഉണ്ടാക്കണം അമ്മു അല്ല സുകന്യെ ഏട്ടനൊക്കെ തള്ളി മറിക്കണേ ഇങ്ങോട്ട് എന്താണ് പിന്നെ തള്ളി പറിച്ചത് പിന്നെന്താ ഞാൻ കുട്ടികളാണ് വിചാരിച്ചു സുകന്യ ഒരു ഭാഗത്ത് നീ നിൽക്കാൻ അമ്മയ്ക്കില്ലായിരുന്നല്ലോ ഞങ്ങൾക്ക് സുകന്യയുടെ അടുത്ത് ചോദിച്ചേക്കണേ സുകന്യയുടെ കെട്ടിയവനേ ബ്യൂട്ടി പാർലറിൽ പോണില്ലേന്ന് ആണോ സുകന്യ അപ്പോ കൊറേ ദിവസമായിട്ട് ചോദിച്ചു പോവില്ലെന്നാണ് പറഞ്ഞത് ഞാൻ പോണില്ല ഞാൻ പോകുമ്പോ എന്താ വിക്രമാദിത്യനും വേതാളമാണ് കെട്ടിയെ കൊണ്ടുപോവാൻ നല്ല പറഞ്ഞ പോലെ ഈ വേതാളത്തിന്റെ കൂടെ പോവാനാ പറയണത് അല്ലാതെ വേതാളല്ലേ എടുക്ക വിക്രമാദിത്യനല്ലേ എടുക്ക കെട്ടിയെ കൊണ്ടുപോവാന്ന് പറഞ്ഞു ഞങ്ങള് പോണില്ലേന്ന് ഇപ്പൊ കണ്ടോ എന്റെ മുഖത്തൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇനി അടുത്തത് ചെയ്യാൻ വയ്യാന്ന് വിചാരിച്ച് എന്താ പേടിയ വെറുതെ നമ്മുടെ അടുത്ത് ത്രെഡ് ചെയ്യാൻ പോകൂലേ സുകന്യ ത്രെഡ് ചെയ്യാൻ വരുന്നില്ലേ എന്തൊരു സന്തോഷം സുകന്യെ എന്തായാലും ഫംഗ്ഷൻ ഇടാനില്ലേ വേറൊരു ഡ്രസ്സും കൂടി എടുത്തോട്ടെ 4 മണിയാകുമ്പോ എടുക്കല്ലേ ഷേപ്പാക്കിക്കോലേട്ടാ ലൈറ്റ് കളറല്ലേ പിന്നെ നമ്മക്ക് എന്താ നമ്മക്ക് വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല നമ്മക്ക് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവൂടി പണിയൊന്നും ഫാൻറ്റ് വിട്ടാൽ മതി അമ്മോ ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മൂട്ടി നമ്മളില്ലേ നമ്മൾ എന്താ ഒരുപാട് ആർഭാടം കാണിക്കണ്ട ആ എണ്ണ അടുപ്പും കണ്ണിയിൽ കൊണ്ടൊക്കെ എണ്ണ ഇങ്ങനെ എടുത്ത് ഒരുപാട് എണ്ണ പോകുള്ളൂ ഇതൊക്കെ ഇതായേ ഒരുപാട് എണ്ണ പോവല്ലോ അത് ഇങ്ങനെ എണ്ണ പോകുമ്പോ ഒരുപാട് എണ്ണ അടുപ്പ് വേരിത്തന്നെ വെച്ചാൽ ഈ 10 മണി കഴിഞ്ഞിട്ട് നോക്കി നോക്ക് മുക്കല്ലടി ഇത് അല്ലാതെ ഇപ്പം എന്താ
കുറച്ചേരം വെക്കുന്നല്ലേ കുറച്ചേരം വെക്കുന്നല്ലേ ആ ഇതില്ലേ സ്റ്റീൽ പാത്രത്തിൽ വെളിച്ചെണ്ണ ആക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ എന്നോട്. പക്ഷേ എന്താ സ്റ്റീൽ പാത്രത്തിൽ വെളിച്ചെണ്ണ ആക്കി വെച്ചാൽ എന്താ പ്രശ്നം എന്നറിയോ, ഇവിടെ എല്ലാ മക്കളും പാചകക്കാരായതും കൊണ്ടേ നിർത്താണ്ട് ഒഴിക്കും. ഞങ്ങളുടെ വീട്ടിൽ ചട്നി പാത്രത്തിൽ പറഞ്ഞ സ്റ്റീൽ കുപ്പിയിലാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റീൽ കുപ്പി പറഞ്ഞു ചോറ് വയ്ക്കുന്ന കലത്തിലല്ല. ആദ്യം നിങ്ങളത് മനസ്സിലാക്കി. സത്യം പറയട്ടെ ഏട്ടാ സത്യം പറയട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു ശൈലിയായി പോയിട്ടാ. ഇടയ്ക്ക് ഇങ്ങനെ വായില് എന്താ മനസ്സിലില്ലേ ഭയങ്കര സന്തോഷം കേട്ടോ. എന്താണ് പറഞ്ഞു വെച്ചാല് അത് എല്ലാവർക്കും പക്ഷെ ഞാൻ കരഞ്ഞിരുന്നു കേട്ടോ മിഞ്ഞാന്നൊക്കെ. കാരണം എനിക്ക് വിശ്വസിക്കാൻ നമ്മൾ അനിയൻ്റെ കൈയൊക്കെ മുറിഞ്ഞ് ആ സമയത്തൊക്കെ നമ്മൾ കടം കയറിയപ്പോൾ അന്ന് നമ്മൾ വിചാരിച്ചു ഭഗവാനെ ഈ വീട് സ്ഥലം വെക്കണ്ടേ, നമുക്ക് എന്താണ് ഇനി ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ആ ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ പോകുമ്പോലേട്ടാ അവസ്ഥയെ കൂടെ പോകാൻ പറ്റുക പറയുമ്പോൾ പണിക്ക് പോകാതിരിക്കും ഒരു ചെറിയ കാര്യം കിട്ടി അതിൽ പിടിച്ച് കയറിയിട്ട് പണിക്ക് പോയിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കടത്തിൽ മുങ്ങേനെ ഉള്ളൂ. നമ്മളപ്പോഴൊക്കെ സത്യം അറിയാച്ചാ അയ്യോ കരകയറാൻ ശ്രമിച്ചാൽ തന്നെ നടക്കുമോ. നമ്മൾ കുഴിയിൽ പെട്ടു എന്ന് നമുക്ക് തോന്നുമ്പോൾ ഇനി കുഴിയപ്പെട്ടില്ല ഇനി രക്ഷപ്പെട്ടില്ല എന്താ അവിടെ ഇരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുടുങ്ങ തന്നെ ചെയ്യുമോ. ശരിയാ. നമ്മൾ ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് അമ്മുട്ടി അതിൽ കുറച്ച് ചുക്കുവെള്ളത്തിൻ്റെ പൊടി ഒഴിക്കും. പൊടിയല്ല വെള്ളം ഒഴിക്കും. അമ്മോ എനിക്ക് വെയ്യാട്ടമ്മേ. ഇനി ആ ബീഫ് വെക്കണം. ബീഫാണ് പറഞ്ഞാൽ ഒറ്റയടിക്കൊരു കറി ഒരു ഉപ്പേരി വേണല്ലേ. ആരാത് ഇവിടെ ആരൊക്കെ കളിക്കണ്ടല്ലോ. പൊന്നൂസാ പൊന്നാരി പന്ത് കളിക്കേറ്റ കുട്ടി. ആ ഉണ്ട് പട്ടിയോ ആര് എന്ത് പറഞ്ഞ് പട്ടി എടുത്തെടുക്ക് പന്തോ. അതെ ആ ശരി കളിച്ചോ അച്ഛനൊട്ടി കളിച്ചോ. ആ കളിച്ച് ഏയ് കളി അമ്മോ. കണ്ട ബ്രെഡ് വാങ്ങിയിട്ട് വരാം വൈകുന്നേരത്ത്. ബ്രെഡ് ചമ്മന്തിക്ക ബീഫും ബ്രെഡും എന്തേ ഇതാട്ടോ. ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടാട്ടോ. എനിക്ക് സുകന്യക്കാണ് കൂടുതൽ. ചട്നിയൊന്നും സുകന്യ കൂട്ടില്ല. ഏട്ടൻ കഴിച്ചില്ല, ഇനി ഞങ്ങൾ കഴിക്കട്ടെ. ഞാൻ 2 കഴിച്ചുള്ളൂ. അപ്പം നീ 2 കൂടി കഴിച്ചോളി. എനിക്കിപ്പോൾ വേണ്ട, ഞാനൊരു പഴം കഴിച്ചോണ്ട്. അമ്മ കഴിച്ചാ ഇത്ര നേരത്തെ അല്ലേ ചെറുപ്പത്തെ കഴിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചില്ല. 2 കഴിച്ചു. ഞാൻ പിന്നെ ആര് കഴിക്കുമ്പോൾ അമ്മടുത്താ ചാടിക്കാം. കുഞ്ഞു മക്കളെ വാ. അമ്മ ഒരു തുള്ളി അവിടെ എടുത്തേക്കാൻ കേട്ടോ. വൈന് കണ്ടോ, ഈ വൈന് നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. കണ്ട 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 എന്താ വൈകിട്ടൊരു വരവ്. സതിയേട്ട ഇതെവിടെ കഴിഞ്ഞു. സതിയേട്ടാ കഴിഞ്ഞേ. എന്താ ഒരു കുപ്പിയല്ലേ ഉള്ളത്, ബാക്കി എത്ര ഉണ്ടായിരുന്ന കഴിച്ചു. എന്താ പക്ഷെ ഇത് വൈന് പറയാൻ ഒരു മരുന്ന് കുടിക്കുമ്പോൾ കുടിക്കാൻ നല്ലതുണ്ട്. ഇത് കുടിച്ചിട്ട് ഒന്നും തോന്നില്ല, മധുരം. അപ്പൊ വൈന് കുടിക്കുമ്പോ ലഹരി ഉണ്ട് എന്നൊക്കെ പറയും. കുഞ്ഞിനൊരു തുള്ളി കൊടുക്കട്ടെ, അവൻ കുടിച്ചിട്ടേ ഇല്ല. എടി അമ്മോ അവനൊരു തുള്ളി ഓറഞ്ചല്ലേ മുന്തിരി കൊണ്ടായിരിക്കും അങ്ങനെ. ഉണ്ണി വൈകുന്നേരം കുടിച്ചിട്ടില്ലല്ലോ. അത് എത്ര ദിവസം മണ്ണിലെടുത്തേക്കണേ. അതെ അത്രയൊക്കെ ദിവസം വെക്കണ. നമ്മള് 21 ദിവസം വെച്ചോ. വേണ്ട അവിടെ കൊണ്ടെടുത്ത
അമ്മ അത് കാണാണ്ട് കൊണ്ടോ ഭരണീത്തെ കഴിഞ്ഞു. ഭരണിത്തൊക്കെ കഴിഞ്ഞു. ഭരണി കഴുകി വെച്ചോ? ചട്നി ഉണ്ട്. നീ എന്തൊരു വയറ് അമ്മ എല്ലാവരും അതിനും പോവുക. ഇതൊന്ന് കഴിച്ചു നോക്ക്. ആ ചട്നിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ. കിച്ചു കഴിച്ചൂലേ? അച്ചു ഔ ചെവി അടിയേ. അച്ഛോ അച്ഛമ്മ എത്ര നേരം കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് തിന്നാനത് ഉണ്ടാക്കിയ ദോശേ. എന്റെ പൊന്നെ എന്താ എന്റെ അമ്മൂട്ടി കൊറേ ഇട്ടോ വൈന് വേണം പറഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടോ ക്രിസ്മസിന് വൈൻ ഉണ്ടാക്കണത്. നമുക്ക് ഇനിയിപ്പോ ഇത്രയും തേങ്ങ ഏട്ടിട്ട് അരച്ചപ്പോ ചട്നി അരച്ചിട്ടില്ലെങ്കിൽ എന്താ പറയാന്നറിയോ? ചട്നി ഇല്ലാണ്ട് എങ്ങനെയാ കഴിക്കാൻ? ചട്നി വേണ്ട കഴിഞ്ഞിട്ട് എല്ലാവർക്കും ബീഫിന് എന്താ അമ്മ തോര ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് അല്ലമ്മ? എന്താ എന്റെ കുട്ടിച്ചു വേണ്ട അച്ഛന്റെ കുഞ്ഞിന് എന്ത് വേണ്ട? പാപ്പ കൊടുക്ക് എന്താണ് എന്റെ വേണ്ടേ? നമ്മുടെ പൊന്നിന് എന്താ വേണ്ടോ? വെല്ലോ വൈനോ വെല്ലോ വെള്ളം ഇവിടെ ഇരിക്കുന്ന തരാം. വെള്ളം എന്താ പൊന്നേ? എന്താ പൊന്നേ? അപ്പോഴേ നമ്മുടെ വിശേഷം നോക്ക് കുട്ടി വട്ടം തിരികെ പിന്നാണ്. ഞങ്ങൾക്ക് കഴിച്ച് സോനിയെ കഴിച്ചോ? അതാ നമുക്ക് ചമ്മന്തി? എനിക്ക് ചമ്മന്തി അല്ല കേട്ടോ എനിക്കിഷ്ടം. എനിക്ക് ചട്നിയാണ് ഇഷ്ടം. ഈ ചട്നി കൂട്ടി വേണ്ടോ? ഇനി ഉണ്ടാവും കേട്ടോ. ഇനി വൈകുന്നേരത്തേക്ക് ഈ ചട്നി ഉണ്ടാവും. ഞാൻ അരച്ചിട്ടില്ലെങ്കിലോ ഒരിത്. അപ്പോഴേ നമ്മൾ കഴിക്കട്ടെ. എന്താ ഇടയ്ക്ക് ഇതേപോലത്തെ പെട്ടെന്നുള്ള വിശേഷങ്ങളൊക്കെ ഇട്ട് വരാല്ലേ. അപ്പം നാളെ